வானத்தை பார்த்தேன், பூமியை பார்த்தேன், மனுஷனை எங்கும் பார்க்கலையே. அட பல நாள் இருந்தேன் உள்ளே, அந்த நிம்மதி இங்கில்லே. உள்ள போன அத்தனை பேரும் குற்றவாளி இல்லைங்கே. வெளியுள்ள அத்தனை பேரும் புத்தங்காந்தி இல்லைங்கே. வானத்தை பார்த்தேன், பூமியை பார்த்தேன், மனுஷனை எங்கும் பார்க்கலையே. குரங்கிலிருந்து பிறந்தானா, குரங்கே மனிதன் பெற்றானா? ஆற கேள்வி கேட்குது சுவாமி இல்லையே. கடவுள் மனிதனை படைத்தானா, கடவுள் மனிதன் படைத்தானா? ரெண்டு பேரும் இல்லையே. ரொம்ப சொல்லையே, அட நான் சொல்றது உண்மை, அது நீ நம்பினால் நன்மை. அட நான் சொல்றது உண்மை, அது நீ நம்பினால் நன்மை. வானத்தை பார்த்தேன், பூமியை பார்த்தேன், மനുഷ്യനെ എങ്ങും பார்க்கலையே. ഞാൻ ഇന്നൊരു കാര്യം ഒരു നാട്ടുകാരെ, ഒരു സ്റ്റേറ്റുകാരെ പറ്റി പറയാൻ വേണ്ടി വന്നതാണ്. 19 വയസ്സായില്ലേ. പല നാടും കണ്ടിട്ടുണ്ട്, പല ജനങ്ങളും പല സ്റ്റേറ്റുകാരെയും കണ്ടിട്ടുണ്ട്. അറബികളെ കുറേ വർഷം ഞാൻ കണ്ട്. പക്ഷേ ഏത് നാട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാലും അവർ ഞങ്ങളെ കാണുന്ന 2ാം നമ്പറിലാണ്. 2ാം നമ്പർ കണ്ണിലാണ് അവർ നമ്മളെ കാണുന്നത്. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഈ തമിഴ്നാടുമായിട്ട് എനിക്ക് കുറേ വർഷത്തൊരു ബന്ധം ഇങ്ങനെ ഉണ്ട്. വന്നു പോകുന്ന ബന്ധം ഉണ്ടായിരുന്നു. ഇപ്പം കുറേ ആയിട്ട് ഇവിടെ തന്നെ ഉള്ളൊരു ബന്ധമുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കിയത്, നന്മ പറ്റാത്തൊരു മനുഷ്യന്മാർ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തമിഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റോഡ് പണിക്കാരനോ പൊറുക്കാൻ വേണ്ടി വരുന്നവരു ഇങ്ങനെയുള്ളൊരു ചിന്തയിലാണ് എൻ്റെ അബോധ മനസ്സിലുള്ളത്. ഞാനിപ്പോൾ അബോധ മനസ്സിലാണ്, ശരിക്കും പറഞ്ഞാൽ ബോധ മനസ്സിലല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലേ. ദിൽ ദിവാനായ പാകല്ലേ യാർ, ക്യാ കരേഗ. ഞാൻ ഇങ്ങനെ ഒരു ടൈം പാസ്സാക്കുന്നത് വിഷമങ്ങളില്ലാഞ്ഞിട്ടല്ല. അതായത് ലൈഫ് ഈസ് എ റിസ്ക്, റിസ്ക് ഈസ് എ എൻജോയിങ്. അത് എൻ്റെ ഇംഗ്ലീഷ് കേട്ടാ. ലൈഫ് ഈസ് എ റിസ്ക് ബട്ട് റിസ്ക് ഈസ് എൻജോയിങ്. ലൈഫ് ഒരു റിസ്ക്കാണ്, എല്ലാവർക്കും അതൊരു റിസ്ക്കാണ്. എല്ലാവരും വിചാരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ സങ്കടത്തിലാണ്, മറ്റുള്ളവർ സന്തോഷത്തിലാണ് എന്നാണ്. ഞാൻ നിങ്ങളെപ്പോലെ എല്ലാം ആയിരുന്നു കുറേ വർഷം. എൻ്റെ 50 വയസ്സ് വരെ തന്നെ പറയാം. ഇപ്പം 50 കഴിഞ്ഞ് 51ലേക്ക് കിടക്കുന്നുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ എനിക്ക് തിന്നാൻ സമയം ഉണ്ടായിട്ടില്ല, കുടിക്കാൻ സമയം ഉണ്ടായിട്ടില്ല, ഒന്ന് കരയാൻ സമയം ഉണ്ടായിട്ടില്ല, ഒന്ന് ചിരിക്കാൻ സമയം ഉണ്ടായിട്ടില്ല. യൂട്യൂബ് എനിക്കറിയില്ല, എനിക്കൊരു നെറ്റ് ഫോൺ അറിയില്ലായിരുന്നു. ഒരു കാള് വരും, അറ്റൻഡ് ചെയ്യും, ഇത്രയും എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച്, അതായത് ഒരു കൊല്ലമായിട്ടാണ് മറ്റാണ് ഞാൻ യൂട്യൂബ് എന്ന് പറയുന്ന സംഗതി തന്നെ അറിയുന്നത്. ഒന്നിനും സമയം ഉണ്ടായിട്ടില്ല. പൈസ ഉണ്ടാക്കുന്ന ബപ്രാളത്തിലായിരുന്നു. തിന്നാനും കുടിക്കാനും ഒന്നിനും സമയം ഉണ്ടായിട്ടില്ല. കുടുംബത്തോടെ രസത്തിൽ 2 വർത്തമാനം പറയാൻ പോലും എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഞാൻ കണക്ക് കൂട്ടിയ കൂട്ടലുകൾ തേച്ചും ഞാൻ വിചാരിച്ചതെന്താ, ഞാൻ കൂട്ടിയ കണക്കാണ് കൂട്ടിയെത്തുക. പക്ഷെ അല്ലാതെ പിന്നെ എനിക്ക് മനസ്സിലായി, ഇപ്പം അടുത്തായിട്ട് എനിക്ക് മനസ്സിലായത് നമ്മൾ ചെയ്യുന്ന കാൽക്കുലേറ്റ് ഒന്നല്ല ജീവിതം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത്, ലൈഫ് ഈസ് എ റിസ്ക് ബട്ട് റിസ്ക് ഈസ് എ എൻജോയിങ്. ഞാൻ എൻ്റെ 6ാം ക്ലാസ്സുകാരൻ്റെ ഇംഗ്ലീഷാണ്, ദേഷ്യമൊന്നും പിടിക്കണ്ട. അതായത് ലൈഫ് ഒരു റിസ്ക്കാണ്. പക്ഷെ ആ റിസ്കിനെ എൻജോയ് ചെയ്യാൻ പഠിക്കണം. ആ റിസ്കിന് എൻജോയിലേക്ക് പോകണം. കാരണം മരണം ഉറപ്പാ. പിന്നെ ഒരുപാട് ടെൻഷൻ എടുത്ത് ജീവിച്ച മനുഷ്യനാണ് ഞാൻ. ഇപ്പം ക്യാൻസലാക്കി. ഞാൻ സമാധാനത്തിൽ എഴുന്നേറ്റ്, സമാധാനത്തിൽ ഭക്ഷണം ഉണ്ടാക്കി, ഞാൻ സമാധാനത്തിൻ്റെ ഉപ്പുയിരെല്ലാം നോക്കി എന്നിട്ട് ആക്കിയിട്ടൊക്കെ ഉള്ളൊരു ലൈഫാണ് ഇപ്പോൾ ഉള്ളതുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് വേറെ സ്റ്റേറ്റിലാണെങ്കിൽ എനിക്ക് ഒരു നാട്ടുകാരെ പറ്റി പറയാനുണ്ട്. അതായത് ഗൾഫിൽ ഒരുപാട് ജീവിച്ച് ഞാൻ, കർണാടക സ്റ്റേറ്റിൽ ജീവിച്ച് ഞാൻ, കേരളക്കാരെയും ഞാൻ കുറേ അറിഞ്ഞ്. എല്ലാം അറിഞ്ഞതിൽ സുബ്ഹാനല്ലാഹ് എന്നെ ഞെട്ടിച്ച മനുഷ്യന്മാരാണ് തമിഴന്മാർ. സത്യത്തിൽ അവർ കറുത്തിട്ട് എന്നെ പോലെയാണ്, കാണാനൊന്നും കോണയില്ല. ഐ ആം എ സ്മാർട്ട്. ഞാൻ കണ്ണാടിയിൽ പോയി എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയില്ല, നീ എന്ത് മൊഞ്ചനാടാ ഇസ്മായിൽ. മനസ്സിലായില്ലേ? മനുഷ്യനിക്ക് 2 മനസ്സാണ്, ഒരു ബോധ മനസ്സ്, ഒരു അബോധ മനസ്സ്. ഞാനിപ്പോൾ അബോധ മനസ്സിലാണ് ഉള്ളത്. അബോധ മനസ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന എന്തെല്ലോ നല്ലതും വെടക്കുമല്ലോ ഒരു നാണവും മാനവും ഇല്ലാതെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് എനിക്കറിയാം നിങ്ങളെന്നെ വെറുക്കുന്നുണ്ടെന്നും
പോയോ എന്നെ തീരുന്നില്ലല്ലോ എന്നൊക്കെയുള്ള. പിന്നെയും ഞാൻ വിചാരിക്കുന്നത് എന്നാ എന്തെങ്കിലും കുട്ടികൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് ദുബായിലോ എവിടെയെല്ലാം ഉള്ള കുട്ടികളെല്ലാം പണി കഴിഞ്ഞ് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ഇസ്മായിൽ കാക്കൻ്റെ കാക്കന് പൊട്ടത്തരം എന്നൊക്കെ വിചാരിച്ചിട്ട് കേൾക്കുന്നുണ്ടവരുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആരെങ്കിലും ഒരാളെങ്കിലും എന്നൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ അബോധ മനസ്സിൽ ഞാൻ പാടാൻ തുടങ്ങി. എല്ലാവർക്കും ഉണ്ട് അബോധ മനസ്സ്. അബോധ മനസ്സ് എല്ലാവരും കാണിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ കണ്ണാടിൻ്റെ മുമ്പിൽ അവരവരുടെ കണ്ണാടിൻ്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ എന്തൊക്കെയോ പറയും. അങ്ങനെയായിരുന്നു കുറേ കാലം ഞാൻ. എൻ്റെ ദുഃഖങ്ങളും സന്തോഷമെല്ലാം ഞാൻ കണ്ണാടിയുടെ അടുത്ത് പോയി നിന്നിട്ട് കാരണം എൻ്റെ ചെറുപ്പത്തിൽ ആരും എന്നെ മൊഞ്ചാന്ന് വിളിക്കലില്ല. ഞാൻ തന്നെ സ്വയം വിളിച്ചിട്ട് മൊഞ്ചനാക്കല എന്നെ തന്നെ. ഐ ആം എ സ്മാർട്ട്, മനസ്സിലായ? അപ്പോൾ അങ്ങനെ ആയിരിക്കണം. ഐ ആം എ സ്മാർട്ട് എല്ലാവരും. ഇപ്പം നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ 10-40 വയസ്സുള്ള എൻ്റെ അനിയന്മാർ കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഓട്ടത്തിലാണ്, ഭയങ്കരപ്പെട്ട ഓട്ടത്തിലാണ്. ഒന്ന് കേൾക്കാനോ ഒന്ന് വർത്തമാനം പറയാനോ ഒന്ന് ചിരിക്കാനോ ഒന്നും അവർക്ക് സമയമില്ല. പണത്തിൻ്റെ വേക്കില്ല. ചാൽ വാന്താനേ തുമ്പി റുക്കേക ഏക്കണ മേരാ ജയ്സേ. അങ്ങനെ ഒരു അള്ളാൻ്റെ റസൂല് ഒരു വാക്ക് പറഞ്ഞു. ഞാൻ പറയാം, തമിഴിനെ പേര് പറയാം. ഞാൻ അള്ളാൻ്റെ റസൂൽ ഒരു വാക്ക് എന്നാ പറഞ്ഞാൽ, അതായത് നിൻ്റെ മുമ്പിൽ വന്ന് നിന്നെ പുകഴ്ത്തി പറയുന്നവനെ നീ ചളിവാരി എറിയണമെന്ന്. നിൻ്റെ മുമ്പിൽ വന്ന് നിന്നോട് നിൻ്റെ കുറ്റം തരുന്നവനെ നീ കെട്ടിപ്പിടിക്കണമെന്ന്. അള്ളാൻ്റെ റസൂലിൻ്റെ ഡയലോഗാണ് ഇത് കേട്ടാ. അപ്പോൾ റിസ്ക് വല്ലാത്ത റിസ്ക്കാണ്, ഓട്ടത്തിലാ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അതിനെ എൻജോയ് ചെയ്തോ, ടെൻഷനൊന്നും എടുക്കണ്ട. കാരണം അങ്ങനെ പോകും. കാരണം ഞാൻ വലിയ കടലിലെല്ലാം വീണ്, ചില പുഴയിൽ വീണ് തളർന്ന് നിൽക്കുമ്പോൾ വലിയ കടലിലും പോയി വീണ്. അവിടെ നല്ല തലപൊന്തി വന്ന് അൽഹംദുലില്ലാ, പടച്ചോൻ പൊന്തിക്കും ഇൻഷാ അല്ലാഹ്. എപ്പം പോസിറ്റീവ് ചിന്തിച്ചാൽ മതി, നെഗറ്റീവ് ചിന്തിക്കുകയേ ചെയ്യണ്ട. ഓക്കെ, തമിഴന്മാർപ്പറ്റി എനിക്ക് പറയണം. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല മനുഷ്യന്മാരെ ഞാൻ കണ്ടത് എൻ്റെ ചെറുപ്പത്തിൽ മദീനക്കാർ വല്ലാത്ത നല്ലവരാ. മുസ്ലിങ്ങളാണ്, മദീനക്കാരാണ്. അത് മുസ്ലിങ്ങളാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ എന്നെ ഞെട്ടിച്ചൊരു മനുഷ്യന്മാർ തമിഴന്മാരാണ്. ഏത് പാതിര നേരത്തും നിങ്ങൾ പോയിട്ട് നിങ്ങളൊരു വഴിക്കായി പോയി എന്ന് വിളിച്ചു. ഇപ്പോൾ വാതിലിന് പോയിട്ട് മുട്ട നിങ്ങൾക്ക് ധൈര്യത്തിൽ ഒരു തമിഴിൻ്റെ വീട്ടിൻ്റെ നന്മ പറ്റാത്ത മനുഷ്യന്മാർ 98% എന്ന് ഞാൻ പറയും. 98% സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവർ വാതിൽ തുറന്ന് നിങ്ങളോട് ചോദിക്കും എന്തേന്ന് ചോദിക്കും. ഇങ്ങനെ എനിക്ക് വഴിതെറ്റിയിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് എനിക്ക് പോകണമെന്ന്. അവർക്ക് മുഖത്ത് പോലും ഒരു ദേഷ്യം അവർക്കില്ല. നല്ല സമാധാനത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് എന്നിട്ട് തിരിച്ച് ഇങ്ങനെയും ചോദിക്കുന്നു, ഇനി നിനക്ക് വഴി തെറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ വരണ കൂടെയെന്ന്. സുബ്ഹാനല്ലാഹ്. എത്രയോ വർഷമായി ഞാൻ ഈ നാട്ടുകാരായ ബന്ധത്തിൽ ഇങ്ങനെ കഴിയുന്നത്. ഒരാൾ എന്നെ വെറുപ്പിച്ചിട്ടില്ല, ഞാനൊരാളെ വെറുക്കപ്പെട്ടിട്ടുമില്ല, എനിക്കൊരാളും വെറുത്തിട്ട് തോന്നിയിട്ടുമില്ല. സുബ്ഹാനല്ലാഹ്. വല്ലാത്ത നന്മയുള്ള മനുഷ്യന്മാർ, കരുണയുള്ള മനുഷ്യന്മാർ, കൃപയുള്ള മനുഷ്യന്മാർ. എത്ര തന്നെ പറഞ്ഞാലും തീരൂല. കേരളക്കാർ എന്ന് പറഞ്ഞാൽ അവർ ഒരു വ്യത്യസ്ത മനുഷ്യന്മാരാണ്. എല്ലാത്തരം വയസ്സുള്ളവരും, ഒരു കാമക്കണ്ണിൽ സ്ത്രീകളെ നോക്കുന്നവരും. അതേപോലെ തന്നെ കർണാടക സ്റ്റേറ്റുകാരും ഞാൻ മനസ്സിലാക്കിയത് സ്ത്രീകളെ നോക്കുന്ന ഒരു കാമക്കണ്ണിലാണ്. കേരളക്കാർക്കൊരു കാമക്കണ്ണാണ്. അത് പെണ്ണിനും ആണിനും കേട്ടാ, ആണിനെ മാത്രം പറയണ്ട, പെണ്ണിനും ആണിനും. അതേ സ്ഥാനത്ത് ഇവിടെ തമിഴ്നാട്ടിൽ ഇവിടുത്തെ ഗവൺമെൻറ്റും സുബ്ഹാനല്ലാഹ് വല്ലാതെ ബഹുമാനിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ഒരു ശരിക്കും നമ്മളെ കേരളത്തിൽ നല്ല മുറവിൽ കേൾക്കുമ്പോൾ അത് അനുഭവിക്കുന്നത് ശരിക്ക് ഇവിടുത്തെ സ്ത്രീകളാണ് അനുഭവിക്കുന്നത്. ഇന്നും കേരളക്കാർ സ്ത്രീകൾ മുറവിളി കൂട്ടുകയാണ്. പക്ഷേ ഈ തമിഴ്നാട്ടിലുള്ള സ്ത്രീകൾ ശരിക്കും അവർ അനുഭവിക്കുന്നുണ്ട്, ആ റെസ്പെക്റ്റ് അനുഭവിക്കുന്നുണ്ട്. എല്ലാ ജനങ്ങളും അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഗവൺമെൻറ് ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാലും ശരി, ഒരു പോലീസിൽ പോയി കഴിഞ്ഞാലും ശരി, എന്തിലായി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്ര ബുദ്ധിയുള്ള വിദ്യാസമ്പന്നരുള്ള കേരളത്തിൽ ഇന്നും അങ്ങനെ ഒരു റെസ്പെക്റ്റ് സ്ത്രീകൾക്ക് കിട്ടിയിട്ടില്ല. എവിടെ പോയി കഴിഞ്ഞാലും സ്ത്രീകൾക്ക് ഒരു കാമക്കണ്ണിൽ കാണുക, അവരെ ഒരു 2ാം നമ്പറിൽ കാണുക.
ഇവിടെയില്ല. ഗൾഫ് നാടുകളിൽ, അറബ് രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് എത്ര വില കൊടുക്കുന്നത് അത്ര വില ഇവിടെ ഉള്ള സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇവിടെയുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ, ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുത ജനങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. മദ്രാസിൽ നിങ്ങൾ കാണുമായിരിക്കും തെറി പറയുന്നവരും. അത് ടൗണാണ്. പക്ഷേ ഈ മദ്രാസൊക്കെ കഴിഞ്ഞിട്ടുള്ള കോയമ്പത്തൂരായിക്കോട്ടെ, തിരുപ്പൂരായിക്കോട്ടെ, ഉൾഗ്രാമങ്ങളായിക്കോട്ടെ, ചെറിയ ചെറിയ ടൗണുകളായിക്കോട്ടെ, എന്ത് റെസ്പെക്റ്റിലാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അറബികൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടത് ഏറ്റവും നല്ല സൽസ്വഭാവികളും നല്ല, അതായത് അവരെ കൾച്ചർ, അവരെ ആറ്റിറ്റ്യൂഡ് ഞാൻ നല്ലത് കണ്ടത് ഗൾഫിലാണ്. പക്ഷെ അവരിലുണ്ട് രണ്ടാം നമ്പർ കണ്ണിലാണ് ഇന്ത്യക്കാരെ കാണുന്നത്. ആരും ആയിക്കോട്ടെ രണ്ടാം നമ്പർ കണ്ണിലാണ്. പക്ഷേ ഇവിടെയുള്ള ഇനി കർണാടകയിലേക്ക് പോട്ടെ, മഹാരാഷ്ട്ര പോയിക്കോട്ടെ, എവിടെയും പോയിക്കോട്ടെ, ഞാൻ പറയാലോ, ഞാൻ ഈ കർണാടക സ്റ്റേറ്റ് കണ്ടിട്ടും അതേപോലെ തമിഴ്നാട് കണ്ടിട്ടും എന്നെ അത്ഭുതപ്പെടുത്തിയ ജനങ്ങളാണ് തമിഴന്മാർ. അവരെത്ര വർണ്ണിച്ച് പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് പറയാം, എന്തോന്നറിയില്ല, ഒരു തമാശ പറയാം അതിൻ്റെ ഇടയ്ക്ക്. 5-6 കാട്ടാനോ ഒറ്റക്ക് വന്ന ഞാനെന്ത് കാട്ടാനാണ്, 5-6 കാട്ടാനോ ഒറ്റക്ക് വന്ന ഞാനെന്ത് കാട്ടാനാണ് എന്ന് പറഞ്ഞ പോലെ ഞാൻ കറുപ്പനായത് കൊണ്ടായിരിക്കാം ഒന്നെങ്കിൽ ഇവിടെയുള്ള കറുപ്പ മനുഷ്യന്മാർ എനിക്കിഷ്ടം വന്നത്, എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, ഇത്രയൊക്കെ നല്ല മനുഷ്യന്മാർ, വല്ലാത്ത നല്ല മനുഷ്യന്മാരായിട്ടാണ്, വല്ലാത്ത മനുഷ്യന്മാർ. നമ്മളെ കേരളത്തിൻ്റെ എല്ലാ അവസ്ഥ, എന്ത് മതസൗഹാർദ്ദം പറഞ്ഞാലും ശരി, എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ശരി, ഉള്ളിലുണ്ടല്ലോ എന്തോ ഒരു കിടക്കുന്നുണ്ട് ഇവർക്ക്. കർണാടക സ്റ്റേറ്റിലും അങ്ങനെ തന്നെ. പക്ഷേ ഇവിടെയില്ല. സ്വന്തം സഹോദരനോട് പെരുമാറുന്ന രീതിയിലാണ് ഇവിടെയുള്ള ജനങ്ങൾ ഒരു മലയാളിനോടായാലും ശരി, ഒരു UP-കാരനോടായാലും ശരി, ഒരു ബീഹാറിനോടായാലും ശരി പെരുമാറുന്നത്. നല്ലവരാണ്, ഒരുപാട് നല്ലവർ. चलो भाई, धाने धाने पे लिखिए खाने वाले का नाम, गोली गोली पर लिखिए മരണ വാലെ കാ നാം. ഓരോ വിത്ത് മണിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് തിന്നുന്നവൻ്റെ പേര്. ഓരോ ഗോളി ഗുണ്ടകളിലും എഴുതി വെച്ചിട്ടുണ്ട് മരിക്കുന്നവൻ്റെ ബുള്ളറ്റ് എഴുതി വെച്ചിട്ടുണ്ട് മരിക്കുന്നവൻ്റെ പേര്. അസ്സലാമു അലൈക്കും. ബോറ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓനി